എപ്പോഴാണ് നമ്മളെ താങ്ങേണ്ടത്? എപ്പോഴാണ് നമുക്ക് സപ്പോർട്ട് ആവശ്യം? നമ്മൾ ബലഹീനപ്പെടുമ്പോഴാണ്, മാനസികമായി നമ്മൾ തളരുമ്പോഴാണ്, ശാരീരികമായി നമ്മൾ ക്ഷീണിക്കുമ്പോഴാണ്. അവിടെയാണ് നമ്മെ താങ്ങേണ്ടത്, അവിടെയാണ് നമുക്ക് സപ്പോർട്ട് ആവശ്യം. എന്നാൽ പലപ്പോഴും അത്തരം സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ആരും കൈത്താങ്ങാൻ മുൻപോട്ട് വരില്ല. ചിലപ്പോൾ കൈത്താങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നവർ നമ്മളെ ചിലപ്പോൾ കുറ്റം പറയുകയോ അല്ലെങ്കിൽ പല ഉപാധികളും കാരണങ്ങളും പറഞ്ഞ് ഒഴിവാകുകയോ, ചിലരൊക്കെ അതേ സമയത്ത് തന്നെ നമ്മൾ കടന്നു പോകുന്ന വേദനയുടെയും മുറിവിൻ്റെയും ഒക്കെ സമയത്തും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും മുറിവിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് നൽകുന്ന ആലോചന ഇതാണ്: നിങ്ങളെ താങ്ങുവാൻ ആരുമില്ലെങ്കിലും, സപ്പോർട്ട് ചെയ്യുവാൻ ആരും മുമ്പിൽ വന്നില്ലെങ്കിലും താങ്ങുന്ന ദൈവത്തിന്റെ കരങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ നിൽക്കുന്നതും ഇന്ന് നിങ്ങളായിരിക്കുന്നതും ഒക്കെ ദൈവം നിങ്ങളെ പ്രതിസന്ധികളുടെ നടുവിൽ താങ്ങിയത് കൊണ്ടാണ്. ആരെങ്കിലുമൊക്കെ താങ്ങാൻ വരുമെന്ന് പ്രതീക്ഷിച്ച സമയത്ത് ആരും ഇല്ലാതിരുന്നല്ലോ, ആ സമയത്തും ദൈവം നിർത്തിയില്ലേ? ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. അതെ, ദൈവം നിങ്ങളെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ താങ്ങി നിർത്തും. ആകാശത്തിന്റെ മുകളിൽ നക്ഷത്രങ്ങളെ ദൈവം താങ്ങി നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിൽ നക്ഷത്രങ്ങളെ, സൂര്യചന്ദ്രാദികളൊക്കെ ദൈവം താങ്ങി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും താങ്ങുമെന്നാണ് ഒരു ചിന്തകൻ പറഞ്ഞത്. ദൈവം തൻ്റെ മക്കളെ താങ്ങും. ഹല്ലേലൂയ. യൂദായുടെ ലേഖനത്തിൽ 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചതിന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള കർത്താവ്. നിങ്ങൾ വീഴാതെ നിങ്ങളെ താങ്ങാൻ അവൻ ശക്തനാണ്. ആമേൻ. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിന്റെ താങ്ങ്, അല്ലെങ്കിൽ കർത്താവിന്റെ കൈത്താങ്ങ്, കർത്താവിന്റെ കരം നമുക്ക് വലിയ സപ്പോർട്ട് തരുന്നതായിട്ടാണ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മളെ താങ്ങാനോ, നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനോ, നമ്മളെ കൈപിടിച്ചുയർത്താനോ ഒന്നും പലരും മുമ്പോട്ട് വന്നില്ലേലും ദൈവം ഉണ്ടെന്നേ, ദൈവമുണ്ട്. ഹല്ലേലൂയ. 1-ാമത്തെ സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു വലിയ ധൈര്യം നൽകുന്ന വാക്യമാണ്: ആരെല്ലാം പ്രതികൂലമായാലും, ആരെല്ലാം കൈവിട്ടു പോയാലും, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഹല്ലേലൂയ. ഇല വാടാതെ താങ്ങി നിർത്തും, അല്ലെങ്കിൽ ഇല വാടാതെ സൂക്ഷിച്ചു നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളെ താങ്ങാൻ ആരും ഇല്ലാത്ത സമയത്ത് നമുക്ക് വിഷമം ഉണ്ടാകും. എന്നാൽ അങ്ങനെ ബലഹീനപ്പെട്ടിരിക്കുമ്പോൾ തന്നെ താങ്ങുന്നതിന് പകരം നമ്മളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയും തളർത്തുകയും ചെയ്യുന്ന വാക്കുകളും പ്രവൃത്തികളുമായി നിൽക്കുന്ന ആളുകളുണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാം: ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾക്കൊരു നല്ല ധാരണയുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ, ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലെങ്കിലും നിങ്ങൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കും. നമ്മളുടെ ഉറപ്പില്ലായ്മയാണ് പിശാച് ചൂഷണം ചെയ്യുന്നത്. വിശ്വാസമില്ലായ്മയാണ് പിശാച് ചൂഷണം ചെയ്യുന്നത്. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിലോ, എനിക്ക് എൻ്റെ ദൈവത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടെങ്കിലോ പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിനിടയിൽ വലിയ പിറുപിറുപ്പുണ്ടായി. ആരാണ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ടത്? ആരാണ് മുൻപിൽ നിന്ന് നയിക്കേണ്ടത്? ആരാണ് പ്രാർത്ഥന നടത്തേണ്ടത്? ആരാണ് പ്രസംഗിക്കേണ്ടത്? ഇത് വലിയ പ്രശ്നമായി. സംഖ്യാപുസ്തകത്തില് 17-ാം അധ്യായത്തിൽ വന്നപ്പോൾ ദൈവം പറഞ്ഞു: ഞാൻ പറഞ്ഞുതരാം, ഇതിനകത്ത് ആരെ അതിന് കൊള്ളാകുന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇസ്രായേൽ ജനത്തിലെ 12 ഗോത്രങ്ങളിൽ നിന്നും ഓരോ ഗോത്രങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ആ പേര് ഉള്ള ഓരോ ബദാമിന്റെ വടി, ബദാം വൃക്ഷത്തിന്റെ ഒരു വടി കൊണ്ടുവരിക. ഓരോരുത്തരുടെ പേരും ഓരോ ഗോത്രത്തിന്റെ പേര്, ഓരോ ഗോത്രത്തിന്റെ പേര് എഴുതി വെക്കുക. ലേവ്യ ഗോത്രത്തിന്റെ ഉള്ള ആ വടിയിൽ അഹരോനുള്ളതെന്ന് പറഞ്ഞ് എഴുതി വെക്കണം. അത്ര എഴുതി വെച്ചാൽ മതി. ചുരുക്കം പറഞ്ഞാൽ, ആ ഉണങ്ങിയ ആ വടി യഹോവയുടെ പെട്ടകത്തിനകത്ത്, അല്ലെങ്കിൽ ആ തിരശ്ശീലയ്ക്കകത്ത്, ഇരുട്ടിന്റെ അകത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ ഒരു രാത്രിയിൽ, ഒറ്റ രാത്രി, രാത്രി കഴിഞ്ഞ് പ്രഭാതമായപ്പോൾ നോക്കിയപ്പോൾ ആ 12 വടികളിൽ അഹരോനുള്ളത് എന്ന് എഴുതിയിരിക്കുന്ന ആ വടി മാത്രം തളർത്തു.
തളിർത്തെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, പൂത്തു, തളിർത്തു, ഫലം കായ്ച്ചു, ബദാം ഫലം കായ്ച്ചു. ഒറ്റ രാത്രി. നമുക്കറിയാം, ഒരു ഒരു ഫലം ഉണ്ടാകണമെങ്കിൽ അതിന് അത്യന്താവശ്യമായിരുന്ന വെളിച്ചം വേണം, വെള്ളം വേണം, മണ്ണ് വേണം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് അത് പൊട്ടിമുളയ്ക്കുകയും കിളിർക്കുകയും ഫലം കായ്ക്കുകയും കൂടെ ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ചുരുക്കം പറഞ്ഞാൽ അത് അഹ്റോനുള്ളതാണ്. അഹ്റോനെയാണ് പൗരോഹിത്യം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ദൈവം ഉറപ്പാക്കി കൊടുത്തു. എന്തിനാ ഞാനിത് പറയുന്നറിയാമോ? ദൈവത്തിന് തെരഞ്ഞെടുപ്പുള്ളവന് വെള്ളം വേണ്ട, വെള്ളമില്ലെങ്കിലും വെളിച്ചമില്ലെങ്കിലും മണ്ണില്ലെങ്കിലും ഒന്നിന്റെ സപ്പോർട്ടില്ലെങ്കിലും സൂര്യപ്രകാശത്തിന്റെ അല്പം പോലും സാധ്യതയില്ലെങ്കിലും ദൈവം അവനെ കിളിർപ്പിക്കും, ദൈവം അവനെ വളർത്തും, ദൈവം അവന് ഫലമുള്ളവനാക്കി മാറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് യഹോവന്റെ ജീവന്റെ വെളിച്ചം എന്നാ പറയുന്നത്. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് യഹോവന്റെ ജീവന്റെ ബലമാണ്, യഹോവന്റെ വെളിച്ചവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടും? യഹോവന്റെ ജീവന്റെ ബലം. അപ്പൊ എന്റെ ദൈവമാണ് എനിക്ക് വെളിച്ചം തരുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ വളർത്താനുള്ള ലോകത്തിന്റെ വെളിച്ചം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. യഹോവ എന്റെ ജീവന്റെ ബലം, യഹോവ എന്റെ വെളിച്ചം, എന്റെ രക്ഷ. ദൈവം നിങ്ങളെ താങ്ങും കേട്ടോ. ആരും താങ്ങാനില്ലാതെ, ആരും സപ്പോർട്ട് ഇല്ലാതെ, ആരും ഒരു ആശ്വാസം പോലും പറഞ്ഞു തരാനില്ലാതെ, ഒറ്റപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, ശോധനയിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ ആശുപത്രി കിടന്നുകൊണ്ടായിരിക്കും സന്ദേശം കേൾക്കുന്നത്, ഇല്ലെങ്കിൽ വേദനപ്പെട്ട മുറിവുമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ സന്ദേശം കേൾക്കുന്നത്, അല്ലെങ്കിൽ പല മേഖലയിലും പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതെ ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. വളരെ വേദനയോടുകൂടിയായിരിക്കാം. പരിശുദ്ധാത്മാ പറയുന്നത് ദൈവം നിങ്ങളെ താങ്ങാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ താങ്ങി നിർത്തും, താങ്ങി മുൻപോട്ട് കൊണ്ടുപോകും. ഹല്ലേലൂയ. യെശയ്യാപ്രവാചക പുസ്തകം 41 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ ഇരിക്കുന്നു, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേൻ. ദൈവത്തിന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് താങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇരിക്കുന്ന കൈ ദൈവത്തിന്റെ കൈയാണ്. ആ കൈയിൽ എന്താ ഉള്ളത്? ദൈവത്തിന്റെ നീതിയാണ് ഇരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ നീതിക്കകത്ത് ഞാൻ ഇരിക്കുക. നീതിയുള്ള വലങ്കൈ കൊണ്ട് താന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനും എന്നോട് നീതിപൂർവ്വം ഇടപെട്ടില്ലെങ്കിലും, അനീതിയും അഴിമതിയാണ് എന്നോട് കാണിച്ചതെങ്കിലും, ദൈവത്തിന്റെ നീതിക്കകത്ത് ഞാൻ കയറി നിൽക്കും. ദൈവം എനിക്ക് വേണ്ടി നീതിയുള്ളവനാകും, ദൈവം എനിക്ക് വേണ്ടി നീതിന്യായം നടത്തും. നീതിയുള്ള വലങ്കൈ കൊണ്ട് അവൻ എന്നെ താങ്ങും. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സകല പ്രയാസങ്ങളുടെ നടുവിലും നിങ്ങളെ താങ്ങുവാൻ, നിങ്ങളെ ഉറപ്പിക്കുവാൻ, നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരൊക്കെ മാറിയാലും ആരൊക്കെ താങ്ങിയില്ലെങ്കിലും ദൈവം താങ്ങുന്ന നിൽക്കും, ദൈവം നിർത്തും നിങ്ങളെ. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് താങ്ങുന്ന വൃതന്മാരായി മക്കളാക്കി കർത്താവെ, എല്ലാവരും കൈവിട്ടിട്ട് പോയ, അല്ലെങ്കിൽ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോയവരെ കർത്താവ് താങ്ങി നിർത്തേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയത്തിലാണ് കർത്താവെ ഇവർ ഒറ്റപ്പെട്ട് വിഷമിക്കുന്നത്, ഒരു കൈത്താങ്ങിന്റെ ആവശ്യമുള്ള വിഷയം, ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം, താങ്ങുന്ന കരം ഇവരെ തേടി വരുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവം ഇറങ്ങി വന്ന് തന്റെ കൈ നീട്ടി എന്നെ പെരുവെള്ളത്തിൽ നിന്ന് വിടിച്ചെടുത്തു എന്ന് പറയത്തക്ക രീതിയിൽ ദൈവം ഈ മക്കളെ താങ്ങി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു, വിടുവിച്ചെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം മക്കളെ താങ്ങണമേ, വീഴാതെ ഉള്ളവരെ നിർത്തണമേ, അന്ത്യം വരെയും നടത്തണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളെ പരിഹസിച്ചവർക്കും നിങ്ങളെ മാറ്റി നിർത്തിയവർക്കൊക്കെയും ദൈവം ചില അടയാളങ്ങളെ കൊടുക്കത്തക്ക രീതിയിൽ ദൈവം നിങ്ങളെ താങ്ങി നിർത്തും, ശക്തിയോടെ മുൻപോട്ട് കൊണ്ടുപോകും. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറെ പേർക്ക് ഷെയർ ചെയ്യുമല്ലോ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.